ഹലോ ഗായ്സ്, ഇക്കിടിലും മഴയത്ത് ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുക കേട്ടോ. അങ്ങനെ ബസ് കിട്ടി, ബസ്സിൽ കയറി. ഇനി എങ്ങോട്ടാണ് പോണേന്ന് പറയാം. ദേ ഇവക്ക് സാരി വാങ്ങാനാട്ടോ. സാരി മാത്രമല്ല, അതിന് പറ്റിയ ആടെ ആഭരണങ്ങളും വേണം. എനിക്കെന്തോ സാരി എടുക്കാൻ ഭയങ്കര സെലക്ഷനാണെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പോകണത്. അത് ഇവളുടെ മാത്രം തോന്നലാണേ. അങ്ങനെ വയറ്റിൽ നിന്ന് ബസ് കയറി കലൂരിറങ്ങി. അവിടെ നിന്ന് അടുത്ത ബസ് കയറി എവിടെയൊക്കെയോ ഇറങ്ങി. തുണിക്കടയൊക്കെ കയറിയ പിന്നെ പറയണ്ടല്ലോ, എപ്പോഴാണ് ഇറങ്ങാൻ പറ്റുന്നതെന്ന് ഒരു നിശ്ചയമില്ല. അപ്പോൾ അതിനു മുന്നേ തന്നെ ഞങ്ങളൊരു ബേക്കറി കയറി ചായയും സമൂസയൊക്കെ കഴിച്ചു. അതും തന്നെയുടെ വകയാട്ടോ. അങ്ങനെ ചായയും സമൂസയും കഴിച്ച എനർജിയിൽ അവിടെ നിന്ന് ഇറങ്ങി ഷോപ്പിലോട്ട് പോയി. അപ്പോൾ ദേ കിടക്കണു ചട്ടിയും കലോ. ഷോപ്പ് അവിടെ നിന്ന് വേറെ എങ്ങോട്ടോ മാറ്റി. പിന്നെ ഷോപ്പും തപ്പി അങ്ങോട്ടേക്കൊരു നടത്തം. അങ്ങനെ ഞങ്ങൾ കരിഷ്മ സിൽക്സ് കണ്ടെത്തി ഗായ്സ്. ഡ്രസ്സിനൊക്കെ നല്ല വിലക്കുറവാണെന്ന് യൂട്യൂബ് ആഡ് കണ്ടിട്ടാട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് ആകെ കൺഫ്യൂഷനാട്ടോ. ഏതെടുക്കണമെന്ന് ഒരു പിടിയും കിട്ടണില്ല. അങ്ങനെ ഞങ്ങൾ ഓരോന്നും മാറി മാറി വെച്ച് നോക്കി ഒരെണ്ണം അങ്ങ് സെലക്ട് ചെയ്തു. ഞങ്ങൾ ഏത് സാരി ആയിരിക്കും സെലക്ട് ചെയ്തതെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? അപ്പോൾ ഏതായാലും വന്നതല്ലേ, കുറച്ച് ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്ത് നോക്കാമെന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത പ്രയാണം ആടെ ആഭരണങ്ങൾ വാങ്ങാനാട്ടോ. അവിടെ തന്നെ അടുത്തുള്ള കല്ലറക്കൽ ലേഡീസ് കളക്ഷനാട്ടോ ഞങ്ങൾ കയറിയത്. നല്ല റീസണബിൾ പ്രൈസിലുള്ള ഓർണമെൻറ്റ്സ് ആയിരുന്നു കേട്ടോ അവിടെ എല്ലാം. അങ്ങനെ അവിടെ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴേക്കും സമയം 8 മണിയായി. അല്ലെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോൾ സമയം പോകുന്നതേ അറിയത്തില്ല. അങ്ങനെ വണ്ടിയൊന്നും കിട്ടാതെ കുറേ നടന്നു. അങ്ങനെ ഒരു ഓട്ടോ കിട്ടി, അതിൽ കയറി. ഇനി നേരെ വീട്ടിലോട്ടാ. അപ്പോൾ ഞങ്ങളുടെ പ്രയാണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമൻറ്റ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.